Hello, I'm back. It's our 8th episode of English Spec Spoken English Online Classes. ഇന്ന് നമ്മുടെ 8ാമത്തെ എപ്പിസോഡാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ. Today we are going to learn how to say the things like our regular habits or habitual actions. നമ്മുടെ പതിവായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, അല്ലേ? ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇതിന് വേണ്ടത് നമുക്കറിയാവുന്ന വാക്കുകൾ. അത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മലയാളം സംസാരിക്കുമ്പോഴും കൂടുതലും ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ, കൂടുതൽ നമുക്കറിയുന്നത് വാക്കുകളുടെ വേർഡ്സിന്റെ ബേസ് ഫോം ആയിരിക്കും, അല്ലെ? ഡ്രിങ്ക്, കുടിക്കുക, കോൾ വിളിക്കുക, സ്പീക്ക്, സംസാരിക്കുക, ഇതുപോലുള്ള രൂപങ്ങളായി നമുക്ക് പൊതുവെ ഇംഗ്ലീഷിൽ അറിയാവുന്നത്. അത് തന്നെ മതി നമുക്ക് റെഗുലർ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻസ് പറയാം. അതായത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, അല്ലെ? ഞാൻ സിനിമ കാണാറുണ്ട്, ഞാൻ അവനെ സഹായിക്കാറുണ്ട്, ഞാൻ എന്നും അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്, ഞാൻ ചായ കുടിക്കാറുണ്ട്, അല്ലെ? ഇത്തരം കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ശീലങ്ങളാണ്. അതൊക്കെ പറയാൻ നമുക്ക് ആർക്കാണോ ആ ശീലമുള്ളത്, അല്ലെ? ആരെക്കുറിച്ചാണോ പറയുന്നത്. ഇപ്പൊ എന്നെ കുറിച്ചാണെങ്കിൽ ഐ, അല്ലെ? ഐന്റെ കൂടെ നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങളുടെ വേർബ്സിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി, അല്ലെ? ഞാൻ സംസാരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ സംസാരിക്കുക എന്നുള്ള വാക്ക് നമുക്കറിയാം, സ്പീക്ക് ആണ്, അത് മതി. ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കാറുണ്ട്. എന്താണ് സംസാരിക്കാറുള്ളത് എന്ന് അതിന് ശേഷം ചേർത്താൽ മതി. എന്താണ്? ഇംഗ്ലീഷ് ആണ്, അല്ലെ? ഐ സ്പീക്ക് ഇംഗ്ലീഷ്. നന്നായിട്ട് സംസാരിക്കാറുണ്ട്, ഫ്ലുവന്റ് ആയിട്ടാണെങ്കിൽ അത് കൂടി ചേർക്കുക. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി, അല്ലെ? ഞാൻ സിനിമ കാണാറുണ്ട്, ഐ വാച്ച് മൂവീസ്. ഏത് ടൈപ്പ് ഓഫ് സിനിമകളാണ്? ഇംഗ്ലീഷ് ആണെങ്കിൽ ഐ വാച്ച് ഇംഗ്ലീഷ് മൂവീസ്, അല്ലെ? ഐ വാച്ച് മലയാളം മൂവീസ്, അങ്ങനെയൊക്കെ പറയാം. അതുപോലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഐ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഞാൻ പ്ലേ കളിക്കാറുണ്ട്, അല്ലെ? ഫസ്റ്റ് ഫോം ആണ് പ്ലേ. പ്ലേ എന്താണ്? ക്രിക്കറ്റ്. എപ്പോഴൊക്കെയാണ് കളിക്കാറുള്ളത്? അത് അതിനുശേഷം ചേർത്താൽ മതി. ഇപ്പൊ ദിവസവും കളിക്കാറുള്ളതാണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ, അല്ലെ? ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് വൺസ് ഇൻ എ വീക്ക്, അല്ലെ? അതുപോലെ വീക്കെൻഡിലാണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് എവറി വീക്കെൻഡ്. ഇനി സമയം കിട്ടുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ വല്ലപ്പോഴും ഫ്രീ ആകുമ്പോഴാണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് ഇൻ മൈ ഫ്രീ ടൈം, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ ശീലമായിട്ട് ചെയ്യാറുള്ളതായിട്ട് പറയുമ്പോൾ നമ്മൾ എന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഐ എന്നും, ഏത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യാറുണ്ടെന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് ഫോം ചേർത്താൽ മതി, അല്ലെ? ഞാൻ കാപ്പി കുടിക്കാറുണ്ടെന്നാണെങ്കിൽ ഐ ഡ്രിങ്ക് കോഫി, അല്ലെ? ഐ ഡ്രിങ്ക് കോഫി ട്വൈസ് എ ഡേ, അല്ലെ? 2 പ്രാവശ്യം. ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 2 പ്രാവശ്യം ഞാൻ കോഫി കുടിക്കാറുണ്ട്. ഓക്കെ, എളുപ്പമല്ലേ? നമുക്ക് എത്ര വാക്കുകൾ അറിയാം, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എത്ര വാക്കുകൾ അറിയാം. അതൊക്കെ നമുക്ക് ഇതുപോലെ പറയാം. നമുക്ക് ഒരുപാട് ശീലങ്ങളില്ലേ? അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്, അല്ലെ? ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ വേക്ക് അപ്പ് ഫസ്റ്റ് ഫോം ആണ്. ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇതുപോലെ നമുക്ക് ഐ ആണെങ്കിലും ഞങ്ങളാണെങ്കിലും വി, അല്ലെ? അതുപോലെ നീ ആണെങ്കിലും യു, ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ട്, വി പ്ലേ ഫുട്ബോൾ. അത് ഞാനാകുമ്പോൾ ഐ ആക്കിയാൽ മതി, അല്ലെ? ഐ പ്ലേ ഫുട്ബോൾ. നീ ആകുമ്പോൾ യു പ്ലേ ഫുട്ബോൾ. ഇനി ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷിയും ഹിയും ഇറ്റൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു മാറ്റം വരും അവിടെ. അങ്ങനെ വരുമ്പോൾ അവിടെ എസ് ഫോം ചേർക്കണം. എസ് ഫോം വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച വാക്കൊക്കെ എസ് എന്നുള്ള സൗണ്ടിൽ എന്ന് പറഞ്ഞാൽ മതി, അല്ലെ? ഷീ പ്ലേസ്, ഷീ പ്ലേസ്. നമ്മൾ പറഞ്ഞത് ഐ പ്ലേ എന്നാണ്, ഞാൻ കളിക്കാറുണ്ട്. ഇനി അവളാവും ഷീ പ്ലേസ് ഫുട്ബോൾ, അല്ലെ? ഷീ ഡ്രിങ്ക്സ് കോഫി, അവൾ കാപ്പി കുടിക്കാറുണ്ട്. ഷീ റീഡ്സ് നോവൽ, അവൾ നോവൽ വായിക്കാറുണ്ട്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി, അവൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഷീ ആവുമ്പോഴും ഹി ആവുമ്പോഴും ഇറ്റ് ആവുമ്പോഴൊക്കെ എന്താക്കിയാൽ മതി? അതായത് അവൻ, അവൾ, അത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് പ്രവൃത്തിയുടെ എസ് ഫോം ചേർത്താൽ മതി. അപ്പൊ ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാം. അതായത് ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. യു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നീ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. മാറ്റമൊന്നുമില്ല, ആള് മാത്രമേ മാറിയിട്ടുള്ളൂ, അല്ലെ? ഇനി ദേ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അവർ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഞങ്ങൾ, അല്ലെ? വി വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഇനി അങ്ങോട്ട് മാറ്റം വരും. ഷീ ആകുമ്പോഴും ഹി ആകുമ്പോഴും ഇറ്റ് ആകുമ്പോഴും. അവൾ അതിരാവിലെ എഴുന്നേൽക്കാറുണ്ടെന്ന് പറയുമ്പം ഷീ വേക്ക് അപ്പ് അല്ല, ഷീ വേക്സ് അപ്പ്. അവിടെ എസ് ഫോം ചേർക്കണം. ഷീ വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അവനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഹി വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്, അല്ലെ? ഇറ്റ് വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പൊ ഓർക്കുക, എസ് ഫോം ചേർക്കേണ്ടത് ഹിയുടെ കൂടെയും
ഷീയുടെ കൂടെയും ഇറ്റിന്റെ കൂടെയും. ഐയുടെ കൂടെ ചേർക്കണ്ട, വീന്റെ കൂടെ ചേർക്കണ്ട. ദേ, യു, ഇതിനൊക്കെ ഐ യു ദേവി നമ്മൾ പഠിച്ചില്ലേ, ഐ യു ദേവി, അവിടെയൊക്കെ കൂടെ നമ്മൾ എസ് ഫോം വേണ്ട. ചെയ്യാറുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ്, ബാക്കിയുള്ള കാര്യങ്ങളല്ല, ചെയ്യാറുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്, ഐ ഡു എക്സസൈസ്. ഞങ്ങൾ ചെയ്യാറുണ്ട് എക്സസൈസ്, വി ഡു എക്സസൈസ്, അല്ലെ. അവർ എക്സസൈസ് ചെയ്യാറുണ്ട്, ദേ ഡു എക്സസൈസ്. നീ എക്സസൈസ് ചെയ്യാറുണ്ട്, യു ഡു എക്സസൈസ്. ഇനി അത് അവളാകുമ്പോഴും അവനാകുമ്പോഴും അതാകുമ്പോഴും ഡസ് വരും. എക്സസൈസ് ഡു എക്സസൈസ് എന്നുള്ളത് ഹി ഡസ് എക്സസൈസ്, അവൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഷീ ഡസ് എക്സസൈസ്, അവൾ എക്സസൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇറ്റ് ഡസ് എക്സസൈസ്, അത് എക്സസൈസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇതിനപ്പുറത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ആരെങ്കിലും കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ, അവൻ, അവൾ, അവർ, അത്, ഇത്, അതിനപ്പുറത്തേക്ക് പോകും. ചില പേരുകൾ വരും, അല്ലെ. ഇപ്പൊ രാജുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അർജുനെ കുറിച്ചാണ്, അല്ലെങ്കിൽ റഹീമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബാബുവിനെ കുറിച്ചാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പേര് തന്നെ പറയും മിക്കവാറും, അല്ലെ. ബാബുവിനെ കുറിച്ചാണ്, ബാബു ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ബാബു സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ബാബു സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. എന്തുകൊണ്ടാണ് സ്പീക്സ് വന്നത്? അതായത് ഐ യു ദേ വി, ഇതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു ഏത് രൂപമാണ് ചേർക്കാന്നുള്ളത്. എസ് ഫോം വേണ്ട. ഹി ഷീ ഇറ്റ്, അതിന്റെ കൂടെ എസ് ഫോം വേണം. അതിന് പുറമെ വരുന്ന പേരുകളാണെങ്കിൽ, നൗൺസ് ആണെങ്കിൽ, പേരുകളാണെങ്കിൽ, ഉദാഹരണത്തിന് ബാബു, ബസ്, കാറ്, അല്ലെ. അതുപോലെ പെണ്ണ്, ജനങ്ങൾ, പീപ്പിൾ, ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരാളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ എസ് ഫോം വേണം. അതുകൊണ്ടാണ് ബാബു സ്പീക്സ് എന്ന് പറഞ്ഞത്. ഇനി ബിജു സ്പീക്സ് ഇംഗ്ലീഷ്, ബിജു ആകുമ്പോൾ ബിജു സ്പീക്സ് ഇംഗ്ലീഷ്. ഇനി ബാബുവിനെയും ബിജുവിനെയും ചേർത്താണ് പറയുന്നതെങ്കിൽ ബാബു ആൻഡ് ബിജു സ്പീക്ക് ഇംഗ്ലീഷ്. അവിടെ എസ് ഫോം വേണ്ട. കാരണം രണ്ടാളും ചേരുമ്പം സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്, അല്ലെ. രണ്ടാളും ചേരുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളായില്ലേ, അപ്പൊ അവിടെ എസ് ഫോം വേണ്ട. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്, പീപ്പിൾ ജനങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, അല്ലെ. സ്റ്റുഡൻസ് സ്പീക്ക് ഇംഗ്ലീഷ്, കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അതുപോലെ ടീച്ചേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെ. ടീച്ചേഴ്സ് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇവിടെ ഒന്നും എസ് ഫോം വേണ്ട. കാരണം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴും സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴും പീപ്പിൾ എന്ന് പറയുമ്പോഴൊക്കെ പ്ലൂരലാണ്, ഒരാളെ സൂചിപ്പിക്കുന്നതല്ല, ഒന്നിൽ കൂടുതൽ ആളെ സൂചിപ്പിക്കുന്നതാണ്. ഇനി ഒരാളെ സൂചിപ്പിക്കുമ്പോൾ സ്റ്റുഡന്റ് സ്പീക്സ് ഇംഗ്ലീഷ്, അവിടെ എസ് വേണം. ടീച്ചർ സ്പീക്സ് ഇംഗ്ലീഷ്, അവിടെ എസ് വേണം. പേഴ്സൺ സ്പീക്സ് ഇംഗ്ലീഷ്, അവിടെ എസ് വേണം. എൻ്റെ അച്ഛനാണെങ്കിൽ മൈ ഫാദർ സ്പീക്സ് ഇംഗ്ലീഷ്, അവിടെ ഒരാളാണ്, അപ്പോൾ എസ് വേണം. മൈ മദർ സ്പീക്സ് ഇംഗ്ലീഷ്, ഒരാളാണ്, എസ് വേണം. രണ്ടുപേരും ചേർത്ത് പറയുമ്പോൾ മൈ പാരൻസ് സ്പീക്ക് ഇംഗ്ലീഷ്, അവിടെ എസ് വേണ്ട. മൈ പാരൻസ് സ്പീക്ക് ഇംഗ്ലീഷ്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഓർക്കുക, ഈ ഒരു പാഠത്തിൽ അവർ ചില കൺഫ്യൂഷനുകൾ, ബാക്കിയൊക്കെ ഓക്കെയാണ്. എന്താ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ എസ് ഫോം എവിടെ ചേർക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ 7 പ്രൊനൗൺസ് ഐ യു ദേ വി ഹി ഷീ ഇറ്റ്, അതെല്ലാവർക്കും അറിയാലോ. ഈ 7 പ്രൊനൗൺസിൽ ഐ യു ദേ വി, ഇതിന്റെ കൂടെ എസ് ഫോം വേണ്ട. അതായത് സ്പീക്ക് മതി, എസ് വേണ്ട. സ്പീക്ക്, കോള്, ഹെൽപ്പ്, ആസ്ക്, ഡ്രിങ്ക്, ഈറ്റ്, ഇതുപോലെ രൂപങ്ങളാണ് ചെയ്യാറുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുക. അതായത് തിന്നാറുണ്ട്, കുടിക്കാറുണ്ട്, കളിക്കാറുണ്ട്, വിളിക്കാറുണ്ട് എന്നൊക്കെ. ഇനി അതിന് പുറമെ ബാക്കി വരുന്ന 3 പ്രൊനൗൺസിൽ, അതായത് ഷീ, ഹി, ഇറ്റ്, ഇവയുടെ കൂടെ എസ് ഫോം വേണം. അതായത് അവിടെ ഉപയോഗിക്കുക സ്പീക്സ് ആണ്, ഈറ്റ്സ് ആണ്, ലവ്സ് ആണ്, ലൈക്സ് ആണ്, ഡ്രിങ്ക്സ് ആണ്, അതുപോലെ കോൾസ് ആണ്, ഹെൽപ്സ് ആണ്, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി ഇതിന് പുറമേ വരുന്ന കേസുകളിൽ പേരുകൾ വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെയോ ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന പേരാണെങ്കിൽ എസ് ഫോം വേണം, അല്ലെ. ബിജു സ്പീക്സ്, അർജുൻ സ്പീക്സ്, റഹ്മാൻ സ്പീക്സ്, അല്ലെ. അതൊക്കെ ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. ഇവരൊക്കെ ചേർത്ത് പറയുമ്പോൾ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ എന്ത് വേണ്ട, എസ് ഫോം വേണ്ട. മൈ ഫ്രണ്ട്സ് സ്പീക്ക്, മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടാണ്, ഒന്നിൽ കൂടുതലാണ്, അപ്പോൾ എസ് ഫോം വേണ്ട. മൈ ഫ്രണ്ട്സ് സ്പീക്ക്. ഇനി എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും കുറിച്ചല്ല പറയുന്നത്, അതിലൊരാളെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, അപ്പോൾ എസ് ഫോം വേണം. കാരണം ഒരാളെ കുറിച്ചാണ് പറയുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് സ്പീക്സ് ഇംഗ്ലീഷ്, അല്ലെ. അതുപോലെ വൺ ഓഫ് മൈ ബ്രദേഴ്സ് സ്പീക്സ് ഇംഗ്ലീഷ്, വൺ ഓഫ് മൈ ബ്രദേഴ്സ് സ്പീക്സ് ഇംഗ്ലീഷ്. എൻ്റെ ബ്രദറിൽ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. എന്നാൽ മൈ ബ്രദേഴ്സ് എന്ന് പറയുമ്പോഴോ അതൊരാളാണോ, മൊത്തത്തിലാണ്, അല്ലെ. മൈ ബ്രദേഴ്സ് സ്പീക്ക്, അവിടെ എസ് ഫോം വേണ്ട. മൈ ബ്രദേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ്.
നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കിയാലേ ഒരു കൺഫ്യൂഷൻ മാറും. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും, എസ് വേണോ വേണ്ടിയെന്നുള്ളത്. നമ്മൾ കാണാൻ പല ആൾക്കാർ ഹീ ഗോ എന്നൊക്കെ പല ആൾക്കാർ പറയും, ഹീ ഗോ അല്ലെ, ഹീ ഗോ, ഹീ കം എന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റാണ്. കാരണം ഹീ വരുമ്പോ അവിടെ ഗോസ് ആണ്, ഗോ എന്ന് പറയില്ല, ഹീ ഗോസ് ആണ്, ഹീ കംസ് ആണ് അല്ലെ. ഹീ സ്മോക്ക് എന്നൊക്കെ പറഞ്ഞേക്കാണ്, ഹീ സ്മോക്ക് റെഗുലർലി എന്നൊക്കെ പറഞ്ഞു, ഹീ സ്മോക്ക് അല്ല, ഹീ സ്മോക്സ് ആണ്. അത് തെറ്റ് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെയൊക്കെ എസ് ഫോം ചേർക്കണം. ഓർക്കുക, ഇന്ന് നമ്മൾ പഠിച്ചത് ഒരേ ടൈപ്പ് കാര്യങ്ങൾ പറയണം. എന്ന് വെച്ചാൽ റെഗുലർ ഹാബിറ്റ്സ്, ചെയ്യാറുണ്ട് എന്ന് പറയുന്ന കേസാണ്. ബാക്കിയുള്ളതൊന്നല്ല, ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, സംസാരിക്കാറുണ്ട്, സഹായിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട് അല്ലെ, വിളിക്കാറുണ്ട്, കാണാറുണ്ട്, ഇരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, ശല്യം ചെയ്യാറുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ പറയാനുള്ള പാടാണ് എന്നർത്ഥത്. അപ്പോൾ ഓർക്കുക, എവിടെയൊക്കെ എസ് ഫോം ചേർക്കണം, എവിടെയൊക്കെ എസ് ഫോം ചേർക്കാതെ നമ്മൾ ഇത് പറയാവുന്നതാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.